നമസ്കാരം. മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ദയ. വിദേശ സർവകലാശാല നയപരമായ തീരുമാനമായില്ലെന്ന് ധനമന്ത്രി. വിദേശ സർവകലാശാലയെ സംബന്ധിച്ച് ചർച്ച വേണമെന്ന് പറഞ്ഞിട്ടുള്ളതാണെന്നും അതുപോലെ പാടില്ലെന്ന് പറയുന്നത് ശരിയല്ലെന്നും മന്ത്രി KN ബാലഗോപാൽ. വിദേശ സർവകലാശാല സംബന്ധിച്ച് നയപരമായ തീരുമാനം എടുത്തിട്ടില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങളും ചർച്ചകളും വേണമെന്നും മന്ത്രി ബഡ്ജറ്റ് ചർച്ചയ്ക്ക് മറുപടിയായി നിയമസഭയിൽ പറഞ്ഞു. പുഷ്പനെ അറിയാമോ എന്ന ചർച്ചയ്ക്കിടയിൽ പ്രതിപക്ഷ MLA മാർ ചോദിച്ചതിന് പുഷ്പനെ ഓർമ്മയുണ്ടെന്നും ആ സമരത്തിൽ സജീവമായി പങ്കെടുത്തവരാണ് തങ്ങളെല്ലാവരുമെന്നും മന്ത്രി മറുപടി നൽകി. കേരളത്തിലെ കുടുംബങ്ങളിൽ നിന്ന് കുട്ടികൾ വിദേശത്തേക്ക് പോവുകയാണ്. ഒരു കുട്ടിക്ക് 30 ലക്ഷം മുതൽ മുകളിലേക്കാണ് ചിലവ്. നാട്ടിൽ ചിലവാക്കേണ്ട പണം ഇവിടെ വരണം. കുട്ടികൾ പലരും പോകുന്നത് കുടിയേറ്റത്തിനും ജോലിക്കും വേണ്ടിയാണ്. ഇതിനൊക്കെയുള്ള പരിഹാരമാണ് വിദേശ സർവകലാശാലകൾ വേണമെന്ന് പറഞ്ഞത്. 40 വർഷം മുൻപ് ട്രാക്ടറിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്. ഇന്ന് അതല്ല സ്ഥിതി. കർഷക തൊഴിലാളികൾക്ക് ജോലി കിട്ടാത്ത സാഹചര്യത്തിൽ അന്ന് സമരം ചെയ്തതുപോലെയാണോ ഇപ്പോൾ? കാലം മാറുമ്പോൾ അത് മനസ്സിലാക്കണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടറൈസേഷൻ വരുന്നത് തൊഴിൽ നഷ്ടമാകുമെന്ന് പറഞ്ഞ് കോൺഗ്രസ് സംഘടനയുടെ സമരം ഉദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടിയാണ്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ 13 സബ്സിഡി സാധനങ്ങൾ ആവശ്യമായത്രയും ലഭ്യമാകും. രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഏറ്റവും വിലക്കുറവുള്ള സംസ്ഥാനം എന്ന നിലയിൽ വില നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കാവശ്യമായ എല്ലാ സഹായവും സർക്കാരിൽ നിന്നുണ്ടാകും. ചൈനീസ് ബന്ധം ആരോപിച്ച് വിഴിഞ്ഞം പദ്ധതിക്ക് തുരങ്കം വെച്ചത് മൻമോഹൻ സിംഗ് സർക്കാരായിരുന്നു. അന്നത്തെ പ്രതിരോധ മന്ത്രി AK ആന്റണിയും. ഇതിലൂടെ 15 വർഷമാണ് നഷ്ടമായത്. എന്നാൽ തുറമുഖത്തിലേക്ക് ആദ്യമെത്തിയത് ചൈനീസ് കപ്പലുകളാണ് എന്നത് കാവ്യനീതിയുടെ ഉദാഹരണമാണെന്നും മന്ത്രി. ന്യൂസ് ഡെസ്ക്, മെട്രോ വാർത്ത.